ഹലോ ഗൈസ്, അങ്ങനെ കോളേജ് പൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് ദിവസമായെങ്കിലും വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യൽ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ലാസ്റ്റ് പാപ്പൻ്റെ കടയിൽ പോയി രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ കോളേജ് വിട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റലിലെ പിള്ളേർ ഇതായി വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് യാത്ര പറയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഇതേ കരച്ചിലൊക്കെ തുടങ്ങിയപ്പോഴേക്കും കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാനും കുറേശ്ശെ ഇമോഷണലായിപ്പോയി. അങ്ങനെ കോളേജിലെത്തി ഓഫീസിൽ നിന്ന് ചേച്ചിയെയും വിളിച്ച് ചാവിയും മേടിച്ച് ഞങ്ങൾ ക്ലാസ് തുറക്കാൻ പോവാണ്. ഈ സ്റ്റെയറിന് കയറുമ്പോൾ എന്തോ ഒരു ഭയങ്കര വിഷമം. സാധാരണ 3 വർഷം ഈ സ്റ്റെയർസ് കയറുമ്പോൾ എപ്പോഴും പറഞ്ഞത് പരാതികളായിരുന്നു, ഏറ്റവും മേലെ ക്ലാസ് കൊണ്ടുവച്ചതിനുള്ള പരാതികൾ. പക്ഷെ ഇപ്പോൾ അറ്റ് ലാസ്റ്റ് ഈ ദിവസം ആ സ്റ്റെയർ കയറുമ്പോൾ എന്തോ ഭയങ്കര വിഷമമാണ് മനസ്സിൽ തോന്നിയത്. ഇനി ഈ സ്റ്റേഴ്സ് ഒന്നും കയറാനും പരാതി പറയാനൊന്നും പറ്റില്ലല്ലോ എന്നതുകൊണ്ടാവാം ചിലപ്പോൾ വിഷമമായിട്ടുണ്ടാവാം. അങ്ങനെ ഞങ്ങളിങ്ങനെ ക്ലാസ്സിലേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന റെക്കോർഡുകളും അസൈൻമെൻറ്റുകളും ഞങ്ങൾ എഴുതി തീർത്ത ബുക്കുകളൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും എടുത്തിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പാടെ. അതൊക്കെ അങ്ങനെ ഏകദേശം റെഡിയായിട്ട് എത്തപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. മിസ്സും ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാലും തീരത്തെ വർത്തമാനങ്ങളാണ് പിന്നെ അന്നത്തെ ദിവസം. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വർത്തമാനമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് കുറച്ചേരൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ലാബിലേക്ക് വിട്ടു. അതെ, ഞങ്ങൾ 3 വർഷത്തെ ഏറ്റവും കൂടുതൽ മെമ്മറീസുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ലാബ്. അതെല്ലാം വന്ന് മിസ്സ് അടിക്കുന്നൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും പൊക്കിക്കൊണ്ടായാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും മിസ്സ് വന്ന് അടിക്കുന്നത്. എന്തായാലും ഈ എക്സാമും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ലാബിൽ കയറുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. എന്തായാലും ആ ലാബ് കയറിയിട്ട് എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു അടിപൊളി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ ക്ലാസ്സൊക്കെ പൂട്ടുന്നുണ്ട്. കൊച്ചു ക്ലാസ്സൊക്കെ പൂട്ടി ഇറങ്ങി. അങ്ങനെ മിസ്സിനോടൊപ്പം യാത്രയൊക്കെ പറഞ്ഞു പോകുന്നെങ്കിലും മിസ്സും ഞങ്ങളുടെ കൂടെ താഴത്തേക്കൊക്കെ വന്നു. ഞങ്ങളുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും ഇവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ക്ലാസ്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതേ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ സീക്രട്ട് വാലി ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ കീയാണത്. അങ്ങനെ താഴത്തേക്ക് ഒന്നിപ്പിക്കും നന്ദുവിന് പോവാൾ നേരായിട്ടുണ്ടായിരുന്നു. നന്ദു എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ചെറുതായിട്ട് കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഏകദേശം കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നന്ദുവിന് അഷ്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുകയാണ്. അവളുടെ യാത്ര പറഞ്ഞു പോയപ്പോഴേക്കും പിന്നാലെ ഞാനും എല്ലാവരോടും യാത്ര പറഞ്ഞു. പക്ഷെ എനിക്കും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറേശ്ശെ കരയുണ്ടായിരുന്നു. പിന്നെ കുട്ടനും ഞാനും കൂടി നേരെ കടയിലേക്കൊക്കെ പോയി അങ്ങനെ കിച്ചേട്ടനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ്. ഞാൻ കരയില്ല എന്നൊക്കെ പറയേണ്ടത്, എന്നാലും ഞാൻ ചെറുതായിട്ട് കരയുണ്ടായിരുന്നു. പിന്നെ ഇതേ കുട്ടനോടും യാത്ര പറഞ്ഞ് നേരെ ഞാൻ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഹോസ്റ്റലെത്തിയപ്പോൾ അനുദേ ഇരുന്ന് കരയായിരുന്നു. അവളാണ് ലാസ്റ്റ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അവൾ നാളെ പോകുന്നുള്ളൂ. അപ്പോൾ അതും പറഞ്ഞിരുന്ന് കരയാണ്, ഞാൻ എല്ലാവരും യാത്ര അയക്കണല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ നേരെ ഞാനും ഇനിയും കൂടി KSRTC സ്റ്റാൻഡിലേക്ക് വിട്ടു. KSRTC സ്റ്റാൻഡിൽ ബസ്സും കയറി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ 3 വർഷം പോയത് വെറും 3 മാസം പോയ പോലെ തോന്നുന്നു ഇപ്പോൾ. എന്താ അല്ലേ.